അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ടീപ്പോയിന്ന് ഫോൺ അവനെ രാത്രിയിൽ ചാർജിൽ വെച്ചിട്ട് രാവിലെ വരെ വെച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് റിമൂവ് ആക്കി വെച്ചതാണ്. പിന്നെ പാല് വന്നിരുന്നു, വേഗം പോയി പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതെന്ത് പറ്റി ഇങ്ങനെ സ്റ്റെക്കായിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. എൻ്റെ ഐഫോണിൻ്റെ സൈഡിലൊരു പച്ച വര വന്നിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിയായിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും ഫോണിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ. എന്തായാലും എനിക്ക് OnePlus മൊത്തം അത് തന്നെയായിരുന്നു പണി. പക്ഷേ ഇതുവരെ സർവീസ് ചെയ്തതിന് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഐഫോണിൽ വന്നപ്പോൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയി, ഭയങ്കര സങ്കടം. ഞാൻ തലേ ദിവസം എന്താ പറയുക, തൈരാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ചായ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇന്നത്തെ വ്ളോഗിൽ പറഞ്ഞു കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. വെറും പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് കാര്യമായിട്ട് റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വേഗം ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ രാവിലെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ പ്രോബ്ലംസ്, ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോസും ഓരോരുത്തർ പോയിട്ട് വ്ളോഗ് എടുത്ത് ഇടുന്നതും എല്ലാം അങ്ങനെ കാണാറുണ്ട് കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണല്ലേ അത്. എല്ലാവർക്കും അറിയാം അതൊക്കെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ TVM NR മൂടാണ്. ജിനിയുടെ വീഡിയോ കാണാറുണ്ട്. പിന്നെ ഞാൻ പൂരി എന്നാണ് പറയുന്നത്. ഓക്കെ മുത്തേ, പൂരി എന്തോ പറയട്ടെ അല്ലേ. സംഗതി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. NR മൂട് സുരാജിൻ്റെ നാടല്ലേ അത്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നൊക്കെ നമുക്കൊരു കമൻറ്റ് വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വലൈക്കും സലാം. നല്ല വിശേഷം സുഖം. നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതെ, പൂരി എന്നാണ് ശരിക്കും പറയാറ്. ഇന്നത്തെ വിശേഷം കണ്ടു, അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ കമൻറ്റ് ഇടുന്നത് വായിക്കുന്നില്ല. എനിക്ക് ജീനിയുടെ വീഡിയോ ഇഷ്ടമാണ്. അത് കണ്ട് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കൽ എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഷീത എന്നാണോ പേര്? ഷീത, നല്ല പേര് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കമൻറ്റ് ഞാൻ പേരോടുകൂടി തന്നെ വായിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ജിനി വീടിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ആർക്കറിയാമല്ലേ ഭാഗ്യമാണോ എന്താണോ എന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരാളൊരു വീടിൻ്റെ ഐശ്വര്യം, ഭാഗ്യം അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. നമ്മുടെ ലൈഫ് നമ്മളങ്ങോട്ട് ജീവിച്ച് പോയാൽ മതി, ആർക്കും ഒരു ഉപദ്രവമൊന്നും ചെയ്യാണ്ട്. ഓക്കെ. പിന്നെ പ്രസ്സിൽ അമർത്തി പൂരി ചുടാൻ നല്ല എളുപ്പമാണ്. എണ്ണ തേച്ച് പരത്തുന്നത് പോലെ എണ്ണ തേച്ച് അമർത്തുക. എൻ്റെ പ്രസ്സേ ആകെ കേട് വന്നു. പിന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നിട്ടില്ല. കാരണം ഞാൻ പൂരി അധികം ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അത്. ഫുൾ ഓയിലല്ലേ, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വലിയ ഉഷാറെടുക്കാത്തത് കേട്ടോ. വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തി ചുട്ടാൽ മതിയല്ലോ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. എല്ലാവർക്കും വരുന്നു എനിക്ക്. സമയമുണ്ടല്ലോ, 10:45 വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ ഇന്ന് പുട്ട്, ഇന്നലെ അല്ലേ പൂരി ഉണ്ടാക്കിയത്, ഇന്ന് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മളിവിടെ ഉള്ള കടലയാണ്, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഇതുപോലത്തെ ഫുൾ കടല. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി അത് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഇവിടെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടം. ഞാനാണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ കോട്ടുവായ വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ഉറക്കം തൂങ്ങി വീഴുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്ളോഗിന് വോയിസ് ഓവർ കൊടുക്കാനൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുത്ത് നാളെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ 3 ദിവസം ചിലപ്പോൾ ഞാൻ വ്ളോഗ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. മേ ബി ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരു പ്ലാനുണ്ട്. ഇനി അവിടെ പോയി അറിയാമല്ലോ വ്ളോഗ് എടുക്കാൻ മടിയാണെന്നുള്ളത്. പിന്നെ ഉരുളക്കിഴങ്ങ് മസാലയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അടിപൊളിയാവും. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ. ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കഴുകിയ കടല ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈസി കുക്കിൽ ഒരു 3-4 വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഗ്യാസിലാണ് വെച്ചെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷെ ഞാനത് അവിടുന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെ സ്റ്റീൽ കുക്കറിൽ യെല്ലോ കളർ പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ കറിയൊക്കെ വെച്ചപ്പോൾ ശരിയായിട്ട് പിടിച്ചിട്ടില്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയപ്പോൾ. പിന്നെ സൂപ്പർ റെസിപ്പി ഭൂരി എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. ഭൂരിയുടെ മാവ് കുഴച്ച് വെക്കണ്ട,
വെക്കേണ്ടേന്നാണോ വെക്കണ്ടെന്നാണോ പറയുന്നത്? അയ്യോ, ഞാനെന്താ ഇങ്ങനെ ഇന്ന് മൊത്തം കോട്ടുവായി വ്ളോഗ് എന്ന് ആരെങ്കിലും പേരിടുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കിയത്. പൂരി ആണ് ജിനി. ഓക്കെ, എനിക്ക് ജിനിയെ ഇഷ്ടമാണ്. ഓക്കെ, പൂരി എന്ന് പറയും പാണ്ടിക്കാട്. ഓക്കെ, അങ്ങനെ ഓരോരുത്തർ ഓരോ കമൻറ്റാണ്. ഞാൻ വേഗം പോയി തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വന്നു. ഇനി നമുക്ക് എന്താ പറയുക, പുട്ടുണ്ടാക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ അവനക്ക് ഇന്ന് സ്കൂളിലേക്ക് ഇതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. കാര്യമായിട്ട് യൂസ് ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ആ ഒരു മന്ത്ലി പാക്ക് മേടിച്ചത് എന്തിനായി എന്നായിട്ടോ എനിക്ക്. കാരണം ഞാൻ ഈസി അല്ലേ ഉണ്ടാക്കാൻ, അപ്പോൾ അതങ്ങ് ഉണ്ടാക്കും. കഴിഞ്ഞു. ഇനി 2 മാസത്തേക്ക് ഈ സാധനം ഞാൻ എൻ്റെ വീട്ടിൽ അടുപ്പിക്കില്ല. 2 മാസം എന്നല്ല, മാക്സിമം അടുപ്പിക്കില്ല. അടുപ്പിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. അതും വീറ്റിൻ്റെ. അതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. കുറച്ച് പണിയാണ്, പക്ഷേ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ ജിനി ഒരുപാട് നാളായി കമൻറ്റ് ചെയ്തിട്ട്, പക്ഷേ വീഡിയോ കാണാറുണ്ട്, മുടങ്ങാതെ സുഖമായി ഇരിക്കുന്നുവോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഷഫ്ന, ഷഫീർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ തേങ്ങ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ന്യൂഡിൽസൊക്കെ ഒന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. അവനക്ക് ലഞ്ച് ബോക്സിൽ നിന്ന് അത് പാക്ക് ചെയ്തു. പിന്നെ ഞാൻ കഴിക്കാൻ കൊടുത്തത് പുട്ടും പഴമൊക്കെയാണ് കേട്ടോ. പിന്നെ ഹായ് ഇത്ത, നിങ്ങൾ അടിപൊളിയാണ്. ലവ് യു ഇത്ത. ഇറ്റ് ഈസ് മീ ഷമീന ഫ്രം അഞ്ചൽ. ഓക്കെ ഷമീന, താങ്ക് യു സോ മച്ച്. പൂരി അങ്ങനെ പല കമൻസും ഇതിലുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ എനിക്ക് കാണുന്നില്ല. അതിന് ഞാൻ റിപ്ലൈ എന്തായാലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. എവിടെ പോയി എന്നാവോ? ഇനിയിപ്പോൾ യൂട്യൂബിലാണോ FBയിലാണോ അത് വന്നത് എന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഒരു കുട്ടി നമ്മുടെ ചായനെ കുറിച്ച് ഒരു കമൻറ്റ് ഇട്ടപ്പം അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ്. എന്തായാലും 2 കമൻറ്റ് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഞാൻ പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ത നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ചായ ഉണ്ടാക്കി. ഞാൻ ഇപ്പോൾ ഡെയിലി വേണം, ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചായ ഉണ്ടാക്കാറ്? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ നിറയെ പാൽ എടുക്കില്ല കേട്ടോ ചായ ഉണ്ടാക്കുമ്പോൾ. വളരെ കുറച്ച് പാലും പിന്നെ കൂടുതൽ വെള്ളം അങ്ങനെ ആക്കിയിട്ട് ചായ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഫുള്ള് പാലിൽ മാത്രം ചായ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്നെപ്പോലെ മിക്സ് ചെയ്തിട്ടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ കമൻ്റ് ആക്കിയത്. ഞാനൊരു 4 ഗ്ലാസ് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ1 ഗ്ലാസ് വെള്ളമായിരിക്കും, ബാക്കി 3 ഗ്ലാസ് പാലായിരിക്കും. പിന്നെ പാലിൻ്റെ തിക്കിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ അവനക്കിന്ന് കഴിക്കാൻ കൊടുത്തത് പഴം പുട്ടും പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊരു ബോക്സിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പലതിനും യൂസ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നല്ലതാണ് കേട്ടോ. മറ്റേ ശർക്കര പൊട്ടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കല്ലും അതും ഇതൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ വൃത്തിയുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ ന്യൂഡിൽസ് കഴിക്കാമോ ചോദിക്കുന്നുണ്ട്. ഇല്ല, കഴിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ ഡയറ്റ് ഏറെക്കുറേയൊക്കെ ഇങ്ങനെ എന്നാലും ഉണ്ട്. ഞാൻ പഴയ ഒരു രീതിയിലൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് ഹെൽത്തിന് പ്രോബ്ലം ഇല്ലാണ്ട് നോക്കണം കേട്ടോ. എന്താണെങ്കിലും നമ്മൾ എത്ര ഡയറ്റ് എടുക്കുകയാണെങ്കിലും വയറിന് പ്രശ്നങ്ങളൊന്നും വരാണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്താൽ നമ്മുടെ ചക്കപ്പായസത്തിന് മധുരം കൂടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടേ ഉള്ളൂ വേറെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇക്ക നല്ലോണം തടി കൂടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇക്ക കുറച്ച് തടി കൂടിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കമൻസ് ഉണ്ട്. ഞാനത് ഇക്കനോട് പറയുന്നുണ്ട്. ചോറും കറികളും കഴിക്കുന്ന പാത്രമാണ് ഇത് എന്നോ? അതെന്താ എനിക്ക് മനസ്സിലായില്ല. പിന്നെ നിങ്ങളുടെ മട്ടൻ ബിരിയാണി എനിക്കിഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ബിരിയാണി കഴിക്കുമ്പോൾ നല്ല പ്ലേറ്റിൽ കഴിക്കണം എന്ന്. അതിനിപ്പോൾ എന്താ? അങ്ങനെയല്ലേ. നമുക്ക് ബിരിയാണിക്ക് സൈഡ് കുറേ ഉണ്ടാവും. അതിനാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ബിരിയാണി എടുക്കുന്നത് കേട്ടോ, അങ്ങനത്തെ പാത്രത്തിൽ. വലൈക്കും അസ്സലാം. ഞാനും മക്കൾക്ക് പാല് കൊടുക്കുന്നുണ്ട്. ബട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാലാണ്. അതിന് പാൽപ്പാട കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ കുറേ ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല. ചിക്കൻ റെസിപ്പി സൂപ്പർ. തൈര് ഡെയിലി കഴിക്കുന്നത് നല്ലതാണെന്ന് എന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ലതാണ്. റാവുത്തർ ബിരിയാണി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ജിനിയുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. ഇൻഷാ അല്ലാ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഫുൾ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ.
ഓക്കെ താങ്ക് യു. ഞാനിവിടെ കടല പുഴുങ്ങിയതേ അരിച്ചെടുത്തിട്ട് ഹോട്ട് ബോക്സിലാക്കി കൊണ്ടേക്കാണ്. കാരണം ചൂടാറിയ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പണികൾ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ കമൻറ്റ് നോക്കണ കാരണം അത് കണ്ടില്ല. പിന്നെ അയാൻകുട്ടി ഉഷാറാണെന്ന് പറയുന്നുണ്ട്. അതെ അതെ, ഭയങ്കര ഉഷാറാണ്. പിന്നെ ഞാനിതാ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചത്. പരിപ്പ് ചാറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇച്ചിരി കൂടുതൽ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് പിറ്റേ ദിവസം കറി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കറി ഉണ്ടാക്കാറ് കേട്ടോ. പൊതുവെ അതിൽ ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളി പിന്നെ കുമ്പളങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം. വേറെ കഷ്ണങ്ങൾ കുറേ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിതൊരു തട്ടിക്കൂട്ടല്ല, പെട്ടെന്ന് കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്. പിന്നെന്താണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും ഉണ്ടാക്കിയിട്ട് എടുക്കണം. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിനാണ് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. പിന്നെ എഗ്ഗൊന്നും ഞാനൊന്ന് പുഴുങ്ങിയില്ല, കാരണം കടല തന്നെ ഉണ്ട് പുഴുങ്ങിയത്. അതുകൊണ്ട് എഗ്ഗ് പുഴുങ്ങിയാൽ അത് ഭയങ്കര ഹെവി ആയി പോകും. അപ്പം ഞാൻ വേഗം പുട്ടുമാവൊക്കെ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടൊക്കെ ചുട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഉമ്മാനും ഉപ്പാനും കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നതിന് മുമ്പേ വിളിക്കാൻ തുടങ്ങും, എന്നാലേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അവരവിടെ എത്തുള്ളൂ കേട്ടോ. അത് പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്ലേറ്റുകൾ കൊണ്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ വിളിക്കും. എന്നാലാണ് ബാത്റൂമിൽ പോയി ഫ്രഷായി ഒക്കെ വരുമ്പോഴത്തേക്കും കഴിക്കേണ്ട പാകത്തിന് എത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തേങ്ങയും കൊണ്ടുപോയി ഇട്ടു കേട്ടോ. അഡീഷണലായിട്ട് ഇങ്ങനെ പുട്ട് കഴിക്കുമ്പോൾ കുറച്ച് തേങ്ങ എക്സ്ട്രാ വേണം. അപ്പോൾ അത് പച്ചത്തേങ്ങയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൊണ്ടുപോയി വെച്ചു. പിന്നെ നമ്മൾ പരിപ്പിച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഇനി പൊടികളൊക്കെ ചേർത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീരുമല്ലോ. ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചിട്ടില്ല, കുക്കർ ഇങ്ങോട്ട് അടച്ച് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത് കേട്ടോ. കഷ്ണങ്ങൾ വേഗം വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടില്ല. ഗ്യാസ് സിലിണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സമാധാനം. ഞാൻ പുതിയ സിലിണ്ടർ വെച്ചു. 22-ാം തീയതിയാണ് നമ്മൾ പുതിയ സിലിണ്ടർ വെച്ചത്. ഇനി അങ്ങോട്ട് എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ അടയാളപ്പെടുത്തി വെക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ, എത്ര ദിവസം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു. ഓരോ മാസം സിലിണ്ടർ കഴിയുമ്പോഴും സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് 25 ദിവസം 30 ദിവസമേ ഉള്ളൂ നമ്മുടെ സിലിണ്ടർ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുള്ളൂ കേട്ടോ. അങ്ങനെ വേഗം ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പരിപ്പിച്ചാറത്തെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുക്കറൊന്ന് തുറന്നതാണ്. ഈ കുക്കറിൽ തന്നെ ഞാൻ കറി വെച്ചു. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ധാരാളം കറി കൊള്ളുകയും ചെയ്യും. പിന്നെ തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. കറിവേപ്പിലയും അതുപോലെ താളിക്കാൻ വേണ്ടിയിട്ട് കടുകും ചെറിയ ജീരകവും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി എണ്ണയിൽ താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ പുളിയും കൂടെ കുറച്ച് വേണം, വളരെ ലൈറ്റ് പുളിയാട്ടോ വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ അടച്ച് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പിച്ചാറ് റെഡി. ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനും പിന്നെ അവിടുന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുകയാണ്. പിന്നെ നല്ല കാറ്റാണ്. അതെ കാറ്റ് ഇവിടെ പൊതുവേ ഉണ്ട് കേട്ടോ. പിന്നെ മാഷാഅല്ലാഹ് ഈ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറയുന്നുണ്ട്. അതെ, എല്ലാവരുടെ വീട്ടിലും എപ്പോഴും നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഞാനും വേഗം ഉണക്കമീൻ വാങ്ങിച്ചിരുന്നു, അതൊന്ന് വെള്ളത്തിലിട്ടു. പിന്നെ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്ക് ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ ചാക്കിൻ്റെ അടി എത്തിയിരുന്നു അരി. അപ്പോൾ ഇന്നും കൂടെ യൂസ് ചെയ്യേണ്ട അരി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ചാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് വാരിയെടുത്ത് ടേബിളിൽ ഇച്ചിരി അരി ഉണ്ടായിരുന്നു, അതിനെ എടുത്തു കേട്ടോ. മാക്സിമം അരിയും ചോറും കളയാണ്ട് നോക്കും, എന്നാലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. ആൺകുട്ടിക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി, അത് കളയേണ്ട ഒരവസ്ഥയാണ്. അവനെങ്ങനെ ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് കഴിക്കുക. പിന്നെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാനേ പറ്റാറില്ല. കാരണം ചോറ് അത്രയും എന്താണെന്നറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ചോറ്. നിങ്ങളുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇതാ വേഗം പോയി നമുക്ക് തുടയ്ക്കാനുണ്ടായിരുന്നു. വേഗം തുടച്ചെടുത്തിട്ട് അതിനുശേഷം ഉണക്കമീൻ നന്നാക്കും. അതുപോലെ കുറച്ച് തുണികൾ 2 വാഷിങ്ങിൻ്റെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കൂടെയും ചേർന്നിട്ടാണ് തുണികളൊക്കെ തോരിയിട്ടത്. പിന്നെ അവിടെ നിന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫസ്റ്റ് ഞാൻ പോയിട്ട് അടിച്ചു വാരി അപ്പോഴേക്കും ഉമ്മ കുറച്ച് തുണികൾ ഇട്ടിരുന്നു. പിന്നെ നെക്സ്റ്റ് വാഷ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ തുണികൾ ഞാനും ഇട്ടു. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതും വെച്ചിട്ട് ഉമ്മ അരമണിക്കൂർ അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ട് ഉണക്കമീനൊന്നും നന്നാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ജസ്റ്റ് ഉപ്പ് വേണ്ട, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. അല്ല വെറും മുളക് പൊടി ആഡ് ചെയ്തിട്ട് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. അങ്ങനെ നമ്മൾ എല്ലാം നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളിവിടെ മീനുകളൊക്കെ നിരത്തി വെച്ച് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ്. ഇത് പൊരിച്ചെടുക്കുമ്പോഴൊക്കെ ഒരു കിണ്ണം ചോറ് ഉണ്ണണം എന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ ലഞ്ച് കഴിക്കാനിരുന്നാലും എന്ത് കഴിക്കാനിരുന്നാലും ചോറ് ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ വിളമ്പുന്നത് കേട്ടോ. അത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്രയാണ് എങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് തന്നെ അറിയണില്ല എന്തായാലും. അപ്പോൾ വേഗം ദാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് ഏറെക്കുറെ കഴിയാനായിട്ടുണ്ട്. ഞാൻ കുറച്ച് റെസിപ്പി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജൊക്കെ ഇൻസ്റ്റാ പേജും ഒക്കെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മ്യൂസിക് ആഡ് ചെയ്ത് വിടുകയാണ്. കാണണം എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.